നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മടുപ്പ് തോന്നുന്നില്ലേ? മതിയാക്കിക്കൂടെ അധികാരത്തോടുള്ള ഈ ഒരു ഭ്രമം? നിർത്തിക്കൂടെ ഈ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും? ഇനിയെങ്കിലും ഈ പാർട്ടിയെ ഒന്ന് രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടെ? ഈ പാർട്ടിയെ വിറ്റു തൊലച്ച് കുടുംബത്തെ കോടാനുകോടികളുടെ സമ്പാദ്യമുള്ളതാക്കി മാറ്റിയില്ലേ? ഇനിയെങ്കിലും ഈ പാർട്ടിക്ക് ഒന്ന് ശ്വാസം വിടാനുള്ള ഒരു സമയം കൊടുക്കൂ. പിണറായി വിജയന് നേരെ വിമർശനങ്ങൾ കടുക്കുകയാണ്. കൊല്ലത്ത് നടന്ന പാർട്ടി യോഗത്തിൽ പിണറായിക്ക് നേരെ വിമർശനം കടുത്തു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പാർട്ടി വിട്ട് പുറത്തുപോയ ചിലർ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചിലതൊക്കെ സംസാരിക്കുകയാണ്. അധികാരഭ്രമം ഇയാളെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുന്നു എന്ന് പച്ചയ്ക്ക് പല നേതാക്കളും പറയുന്നു. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ചിലതൊക്കെ പറയുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷം അഴിച്ചുപണി നടത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ ഇനിയും പരിതാപകരമാകുമെന്ന് തുറന്നടിക്കുകയാണ് TK ഗോവിന്ദൻ. മുഖ്യമന്ത്രിയും CPM-ന്റെ ഏറ്റവും വലിയ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ 6 റൗണ്ട് പിറകിൽ പോകുക എന്ന് പറയുന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിണറായി തോറ്റുപോകുമോ എന്ന നെഞ്ചിടിപ്പായിരുന്നു എനിക്കുണ്ടായത്. വളരെ വലിയൊരു തിരിച്ചടി തന്നെയാണിത്. ഈ തിരിച്ചടിയിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാകണം എന്ന് TK ഗോവിന്ദൻ ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. പിണറായിയുടെ വോട്ടിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം, പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള പരാജയം, മട്ടന്നൂരിലെ വോട്ട് ചോർച്ച തുടങ്ങിയവയെല്ലാം പരിശോധിക്കണം. ഇത് കേവലം വോട്ട് ചോർച്ച, CPM-ന്റെ അണികൾ ആകെ LDF-നെതിരായി വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ അനുഭവങ്ങളിൽ നിന്നാണ് പാഠം പഠിക്കേണ്ടത്. CPM അടിമുടി മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പൊളിച്ചെഴുത്തുകൾ വളരെ അത്യാവശ്യമാണ്. ഞാൻ ഉയർത്തിപ്പിടിച്ച ആശയത്തിൻ്റെ അംഗീകാരമാണ് എൻ്റെ വിജയം. ആ ആശയങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകും. സുതാര്യമായും സത്യസന്ധമായിട്ടുമായിരിക്കും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. ആ ഒരു ഉറപ്പ് ഞാൻ ജനങ്ങൾക്ക് നൽകുന്നു. CPM-ന്റെ ശക്തി കേന്ദ്രത്തിലാണ് മത്സരിക്കാൻ ഇറങ്ങുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഒത്തിരി വർഷങ്ങളായി അവിടുത്തെ CPM പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളാണല്ലോ ഞാൻ. ആ മണ്ഡലത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ജയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. ആന്തൂരും പരിയാരവും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. പാർട്ടി വിട്ട് UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുമ്പോൾ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടേയില്ല. പക്ഷെ ജയിച്ചാലും തോറ്റാലും ജനങ്ങളോട് ഈ കാര്യം തുറന്നു പറയാം എന്നുള്ളതാണ് കരുതിയത്. ഞാൻ പാർട്ടിയിൽ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം ജനങ്ങളോട് പറയുമെന്ന് തീരുമാനിച്ചു. ഇനി ജനങ്ങൾ പാർട്ടിയെ തിരുത്തിക്കോട്ടെ എന്ന് കരുതി. പാർട്ടിയിൽ അസംതൃപ്തരായ ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട്. സംതൃപ്തരായ അണികൾ ഉണ്ടായാൽ മാത്രമേ പാർട്ടിയും പാർട്ടി പ്രവർത്തനവും വിജയിക്കുകയുള്ളൂ. ജനങ്ങളാകെ അസംതൃപ്തരാണെന്ന് പാർട്ടി കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭരണത്തിൻ്റെ കാര്യത്തിലും പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിലും അസംതൃപ്തി ഉണ്ടായിരുന്നു. പാർട്ടി നേതാക്കളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അസംതൃപ്തി ഉണ്ട്. അങ്ങനെ പാർട്ടി അണികളാകെ വലിയ തോതിൽ അസംതൃപ്തിയിലാണ് ഉണ്ടായിരുന്നത്. ഈ അസംതൃപ്തി പരിഹരിക്കണമെന്നും അസംതൃപ്തി പരിഹരിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ലെന്നും അത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്ന് ഞാനൊരു ഘട്ടത്തിൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും പാർട്ടി കേട്ടില്ല. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പുകൾ വന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി CPM പരിശോധിക്കണമായിരുന്നു. എത്രമാത്രം അസംതൃപ്തിയാണ് ഉണ്ടായത് എന്ന് ആ ജനവിധി തെളിയിക്കുന്നുണ്ട്. പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും തോറ്റു. പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജീവിക്കുന്ന വാർഡ് വരെ തോറ്റു. ഈ ജനവികാരമെല്ലാം നേതൃത്വത്തിനെതിരായിരുന്നു. പക്ഷെ അത് തിരുത്താൻ നേതൃത്വം തയ്യാറായില്ല. പാർട്ടി തിരുത്താൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ CPM-ന്റെ കേന്ദ്ര നേതൃത്വം സധൈര്യം ഇടപെടണം. സംസ്ഥാന നേതൃത്വത്തിൻ്റെയും പരാജയത്തിന് കാരണമായ ജില്ലാ നേതൃത്വത്തിനെയും ഒക്കെ മാറ്റി പകരം ജനങ്ങൾക്കൊരു ആത്മവിശ്വാസം നൽകുന്ന നേതൃത്വത്തെ കൊണ്ടുവരണം. എങ്കിലേ ഈ പാർട്ടി രക്ഷപ്പെടുകയുള്ളൂ. ആദ്യം മാറേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി നന്നാകണമെങ്കിൽ മുകളിൽ നിന്ന് തിരുത്താൻ തുടങ്ങണം. ഏറ്റവും കൂടുതൽ അവിശ്വാസമുള്ളത് പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചാണ്. ജനങ്ങളുടെ വികാരം ഏറ്റവും എതിരായി കിടക്കുന്നത് ഈ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചാണ്. അയാളുടെ പെരുമാറ്റവും അയാളുടെ സ്വഭാവവും ശരീരഭാഷയും രീതിയും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടുന്നാണ് മാറ്റം തുടങ്ങേണ്ടത്. എന്നിട്ട് ആ മാറ്റം താഴെ വരെ എത്തിക്കണം. തോറ്റാലും CPM തെറ്റ് തിരുത്തില്ലെന്നാണ് മുൻ അനുഭവമെന്ന് പയ്യന്നൂർ നിയുക്ത MLA V കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചത്. ഞാൻ ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല മത്സരിച്ചത്, ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ജനങ്ങൾ കൈവിട്ടില്ലെന്നും V കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. CPM തിരുത്തലിന് എത്രത്തോളം തയ്യാറാകും എന്നത് കണ്ടറിയേണ്ട കാര്യമാണ്. മുൻ അനുഭവങ്ങളിൽ നിന്നും എനിക്ക് വ്യക്തമാകുന്നത് തിരുത്തലിന് തയ്യാറാകില്ല എന്നതാണ്. 3 തവണ തെറ്റ് തിരുത്തൽ രേഖ അംഗീകരിച്ച് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ജനവിധി ഇങ്ങനെയായ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പുതിയ ഒരാൾ ആകാമായിരുന്നു എന്ന് എനിക്ക് അഭിപ്രായമുണ്ടെന്നും കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു.
ശൈലി മാറ്റമല്ല പ്രശ്നം. തെറ്റിനെ പാർട്ടിക്കകത്ത് ശക്തമായി വിമർശിക്കുക, അതിനുശേഷം തിരുത്തുക എന്നതാണ്. എന്നാൽ തെറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വിമർശിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്ന അവസ്ഥയിലേക്ക് പാർട്ടിക്കകത്ത് അപജയം സംഭവിച്ചിരിക്കുന്നു. അതാണ് മാറേണ്ടത്. പാർട്ടി ഏകാധിപത്യ രീതിയിലേക്ക് മാറുന്നു എന്നത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഉൾപാർട്ടി ജനാധിപത്യത്തിന് ഒരു പ്രസക്തിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി. ഇത് ഏകാധിപത്യത്തിലേക്കാണ് സ്വാഭാവികമായി നീങ്ങുക. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉയർത്തിയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പോരാടുക എന്നത് ഞാൻ ആദ്യം മുതൽ സ്വീകരിച്ച നിലപാടാണ്. പക്ഷേ പാർട്ടിക്കകത്ത് പോരാടിയത് കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു പുസ്തകം എഴുതി ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി സന്നദ്ധരാകുകയായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ നിലപാട് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഒരു പാർട്ടിയിലേക്കും പോകില്ല. RSPയിലേക്ക് പോകും എന്നൊക്കെയുള്ള വാർത്തകൾ ശുദ്ധ അസംബന്ധമാണ്. ഞാനൊരു ഇടതുപക്ഷമായി, ഒരു കമ്മ്യൂണിസ്റ്റായി നിലനിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിസ്റ്റായി നിലനിൽക്കാൻ ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയോ സഹായമോ ഒന്നും ആവശ്യമില്ല. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നതാണ് ലക്ഷ്യമെന്നും കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരൊക്കെ പറയുന്നത് നേതൃത്വം തിരുത്തണം, പിണറായി വിജയൻ തിരുത്താൻ തയ്യാറാകണമെന്നുള്ളതാണ്. പക്ഷേ തമ്പ്രാൻ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്നാണ് തമ്പ്രാനും തമ്പ്രാൻ്റെ അടിമകളും പറയുന്നത്. തമ്പ്രാനും തമ്പ്രാൻ്റെ അടിമകളും ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും തോറും CPM വീണ്ടും 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 തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.